പാകിസ്ഥാനെ വിളിക്കാൻ പറ്റുമോ? ഭാരത് മാതാ കി ജയ് ഇനി അഫ്ഗാനിസ്ഥാനിൽ പോയി വിളിക്കാൻ പറ്റുമോ? ഭാരത് മാതാ കി ജയ് ഇനി ബംഗ്ലാദേശിലോ ചൈനയിലോ പോയി വിളിക്കാൻ സാധിക്കുമോ? ഭാരത് മാതാ കി ജയ് വിളിക്കേണ്ടത് ഭാരതത്തിലാണ്. അത് ഭാരതത്തിന്റെ സ്വത്വബോധത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് നമുക്ക് പറയാനുള്ള തന്റെ ഇടം എന്തുണ്ടാവുന്നോ അന്നേ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ജിഹാദിസം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെ സാധിക്കണ്ടേ നമുക്ക്? അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണ്ടേ നമുക്ക്? നമ്മുടെ നേരത്തെ രാജീവേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഹിന്ദു സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ കൈയയച്ചു സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഹിന്ദു സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ എന്തേ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന ചോദ്യം. ചില ആളുകളൊക്കെ നമ്മളോട് പല സ്ഥലത്ത്, ഇപ്പോൾ രാജേഷേട്ടനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും, രാജീവേട്ടനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പല സ്ഥലത്ത് പോകുമ്പോൾ പറയും, ചില പള്ളികളിലൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 28 ലക്ഷം രൂപ 38 ലക്ഷം രൂപ പല ആളുകൾക്കും ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു. വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ ആളുകൾ നമ്മളോട് പറയാണ്. എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് തീരുമാനിച്ച് നമ്മുടെ ഒരു സഹോദരനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അങ്ങനെ നമ്മൾ വന്ന് പറയുമ്പോ നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്, നമുക്ക് ആ കഴിവില്ല എന്ന് നമ്മൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് മാറ്റപ്പെടുത്തണ്ടേ? അത് മാറണ്ടേ? അത് മാറണമെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ 100 കണക്കിന് കസേരകളുടെ മുന്നിൽ വന്ന് നിന്ന് വലിയൊരു കണ്ടക്ഷോഭം ഞാൻ നടത്തിയത് കൊണ്ട് ഇതൊന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. ഈ കസേരകളിൽ മാംസവും മജ്ജയും ബുദ്ധിയുമുള്ള ആളുകൾ വന്നിരിക്കാൻ തയ്യാറാവണം. അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാനടക്കമുള്ള ഓരോ ഹിന്ദു പ്രവർത്തകരും തയ്യാറാവണം. അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം നമ്മൾ പറയാൻ തയ്യാറാവണം. അത് ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല, രാഷ്ട്രീയം ഏതുമാകട്ടെ, രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെയും രാഷ്ട്രീയം എന്ന് പഠിപ്പിച്ച സംഘടനയുടെ ഭാഗമാണ് ഞാൻ. രാഷ്ട്രത്തെ കുറിച്ച് ആര് സംസാരിച്ചാലും അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തിന്റെ നല്ലതിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ് ആ കോണ്ടക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. കേരളത്തിനകത്ത് നമ്മുടെ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു ചിത്രം വന്നു. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്ന ആളാരാ? നമ്മളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അല്ല. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സരസ്വതി ദേവിയുടെ ചിത്രത്തെ വികലമായി വരച്ചു വെച്ചിട്ട് ആ വരച്ചു വെച്ച ചിത്രകാരനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് മസ്കറ്റ് ഹോട്ടലിൽ ഇരുത്തി ഹിന്ദുവിന്റെ നെഞ്ചിലൂടെ ചവിട്ടി നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ കൂടി നികുതിപ്പണം വാങ്ങിക്കൊണ്ട് ആ സരസ്വതി ദേവിയുടെ ചിത്രത്തെ വികലമാക്കി വരച്ച MF ഹുസൈൻ അവാർഡ് കൊടുത്ത ഒരു സംവിധാനം ഇന്ന് കേരളത്തിനകത്തുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അവരുടെ ഭരണമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഈ കേരളത്തിനകത്തുണ്ട്. അവരാണ് പറയുന്നത് നമ്മളോട് കേരള സ്റ്റോറി എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമാണ്. ഒരു ചലച്ചിത്ര പ്രവർത്തകന് അവന്റെ സൃഷ്ടിയിൽ എല്ലാവിധമായ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ പ്രസ്താവന ഇറക്കിയ കേരളത്തിലെ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരെന്തിനാണ് കേരള സ്റ്റോറിയെ തടയുന്നത്? കേരള സ്റ്റോറിയെ തടയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കേരള സ്റ്റോറി വരച്ചിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിനകത്ത് സാധാരണപ്പെട്ട പെൺകുട്ടികളെ വലവീശിപ്പിരിക്കുന്ന മാനീജന്മാരുടെ ഒരു വലിയ സ്ക്വാഡിനെ ലവ് ജിഹാദ് എന്ന പേരിൽ ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ജിഹാദികൾ വളർത്തിക്കൊണ്ട് വരുമ്പോ അതിന് ഓശാന പാടേണ്ട ഗതികേട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട് എന്നുള്ളതാണ് ആ ചിത്രത്തെ അവർ ഭയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അവിടെയും നമ്മുടെ നിശബ്ദത അവരെ വിജയത്തിലേക്ക് നയിച്ചു. എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പലരും പറയാറുണ്ട് RSS ആണ്, RSS ഉള്ളത് കൊണ്ടാണ് രാജ്യത്ത് വർഗീയത വളരുന്നത്. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? RSS ഉള്ളത് കൊണ്ടാണ് രാജ്യത്ത് വർഗീയത വളരുന്നത്. ഞാൻ ചോദിച്ചു, 1925 RSS എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന സംഘടന ജനിക്കുന്നത്, ജന്മം കൊള്ളുന്നത് 1925. പക്ഷെ 1921 ഇവിടെ ഹിന്ദുവിന് നേരെ ഒരു വർഗീയ വംശീയ കലാപം നടന്നപ്പോ ഏത് RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കലാപം നടത്തിയത്? നിങ്ങൾ ഇന്ന് ആദ്യം ചൂണ്ടുന്നത് RSSനെയാണ്. കാരണം ഇവിടത്തെ ധർമ്മരക്ഷകത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന മതിലേതാണ്? നിങ്ങൾക്ക് ആ ധർമ്മത്തിലേക്ക് കടന്നു കയറാൻ തടസ്സമായി നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടത്തെ ഹൈന്ദവ സമൂഹത്തിന് ഒരു വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്ന സമൂഹമായി ഇവിടെ RSS എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ കല്ല് RSSന് നേരെ എറിയുന്നു. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് RSS വർഗീയമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാശ്മീരിലൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ഹിന്ദുമതം വർഗീയമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ അടുത്ത് നിങ്ങൾ പറയാൻ RSSനെ പണിത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ഹിന്ദു വർഗീയമാണ് എന്നാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണോ
ഈ പറയുന്ന കാശ്മീരിനകത്ത് കാശ്മീർ ഫയൽസിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വംശീയ ഹത്യ നിങ്ങൾ നടത്തിയത്, അതുപോലെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ഹൈന്ദവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ജിഹാദിസം ഈ കേരളത്തിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെയും നിങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിനകത്തുണ്ടാവുന്ന ഒരു വലിയ മാറ്റം, കേരളത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ ഹലാൽ ചർച്ച ചെയ്യപ്പെടുന്നു. വാട്സപ്പ് ഹർത്താലുകൾ നടക്കുന്നു കേരളത്തിനകത്ത്. കേരളത്തിന്റെ മതേതരത്വ മുഖം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാതെ പോകാൻ സാധിക്കില്ല. അത് പറയുമ്പോ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ ആ തെറ്റുകളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് അത് പറഞ്ഞയാളിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആ രാഷ്ട്രീയം നമുക്ക് മാറണം, ആ രാഷ്ട്രീയം മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മേയർ അദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ മിനിറ്റിനും തിരുവനന്തപുരത്തിന്റെ മാറ്റത്തിന്റെ പുതിയ മുഖമായി മാറുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ മിനിറ്റിനും മണിക്കൂറുകളുടെ വിലയുണ്ട് എന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല. ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഇന്ന് കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഒരു വലിയ ആഘോഷത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നിര. അവർ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പാർട്ടി കാണുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ന് വിജയിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട്. എങ്ങനെയാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ, പാർലമെന്റിനകത്ത് വിമൻ റിസർവേഷൻ ബിൽ, വനിതാ സംവരണ ബിൽ, ആ വനിതാ സംവരണ ബിൽ 33% സ്ത്രീകൾക്ക് ഈ നാട്ടിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അവർക്ക് ഈ നാട്ടിലെ ലോകസഭകളിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കും 33% റിസർവേഷൻ കൊടുക്കുന്ന ഒരു ബില്ലിനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തി, അത് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് ആക്രോശിച്ച് അട്ടഹസിച്ചു നടക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നിര. നിങ്ങൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ ആ ബില്ലിനെ എതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 33% വനിതകൾ വരണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിക്കുന്ന ആളുകളുടെ പേരും അവരുടെ രാഷ്ട്രീയവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി എണീറ്റ് നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്, പ്രിയങ്ക വദ്രയാണ്. ആരാണ് പ്രിയങ്ക വദ്ര? എന്താണ് പ്രിയങ്ക വദ്രയ്ക്ക് ഭാരതത്തിന്റെ രാഷ്ട്രീയവുമായുള്ള ബന്ധം? എന്താണ് പ്രിയങ്ക വദ്ര ഭാരതത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ളത്? എന്താണ് പ്രിയങ്ക വദ്ര കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സംഭാവനയായിട്ടുള്ളത്? ചർച്ച ചെയ്യപ്പെടണ്ടേ? ആകെയുള്ള ഗുണം രാജീവ് ഗാന്ധിയുടെ മകളായി ജനിച്ചുപോയി എന്നുള്ളതല്ലാതെ മറ്റ് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഒരു സാമൂഹിക അടിത്തറയും ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് വയനാട്ടിൽ നിന്ന് വിജയിപ്പിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന ഇന്ത്യൻ പാർലമെന്റിനകത്ത് കയറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കൃത്യമായി കുടുംബ ബന്ധങ്ങളുടെ, കുടുംബാധിപത്യത്തിന്റെ ഭാഗമായിട്ട് മാത്രം വിജയിച്ചു വന്നവർക്ക് എങ്ങനെയാണ് ഈ നാട്ടിൽ സാധാരണപ്പെട്ട അടിസ്ഥാന വർഗ സ്ത്രീ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പാർലമെന്റിനകത്ത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്?